ഇന്ന് കാലത്ത് തന്നെ ഇളം ചൂടുവെള്ളം കാലത്ത് കഴിച്ചു കേട്ടോ. ചായയോ കോഫിയോ വേറെ ഒന്നും കഴിച്ചില്ല, ഇളം ചൂടുവെള്ളമാണ് കഴിച്ചത്. പിന്നെ പപ്പായ വിത്ത് ബോയിൽഡ് നമ്മുടെ കപ്പലണ്ടിയും വെച്ചിട്ട് സാലഡാണ് മോർണിംഗിൽ കഴിച്ചത്. നല്ല പഴുത്ത പപ്പായ ആയിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പപ്പായയുടെ പകുതി, ഒരു മീഡിയം സൈസിലുള്ള പപ്പായയുടെ ഒരു പകുതി എടുത്തിട്ടും സാലഡായിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഉച്ചയിലത്തേക്ക് കറി ഉണ്ടാക്കിയത് ഒരു മത്തങ്ങ തോരന്ന അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. നന്നായി ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വഴറ്റി, കൂടെ കുറച്ചും കൂടി ഉപ്പിട്ട് കൂട്ടാ ഞാൻ പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയുടെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒട്ടും ചേർക്കാതെ കുക്കറിൽ ഒരു വിസിലടിച്ചു കൂട്ടാ. അപ്പം തന്നെ നന്നായി അത് വെന്ത് അങ്ങോട്ട് കിട്ടിയിട്ടോ. ഞാൻ വെള്ളം ചേർക്കാത്തത് ഈ മത്തങ്ങയുടെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കാരണമാണ് വെള്ളം ചേർക്കാതെ ഇരുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് വേറെ തേങ്ങയരപ്പ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു കേട്ടോ. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയായിട്ട് എനിക്ക് തോന്നിയിട്ടത്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു. വെന്ത് വന്നിട്ടുണ്ട്. എന്താ കണ്ടത്, ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായില്ലേ. ഞാൻ പിന്നെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ടോ. അങ്ങനെയാണ്, ഇതാണ് നമ്മൾ കറിക്ക് യൂസ് ചെയ്തത്. പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടായിരുന്നു, അതുപോലെ മുളക് പൊടിയുടെ എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഉച്ചയ്ക്ക് ഇതാണ് കഴിച്ചത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു ആപ്പിളും ഒരു പേരക്കായും ഞാൻ കഴിച്ചു. കൂടെ ഒരു ചെറു ചൂടുവെള്ളം ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ രാത്രിയിലേക്ക് ഉച്ചയിലത്തെ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു പിടി നമ്മുടെ തുവരപ്പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് വേവിച്ച് അങ്ങോട്ട് എടുത്തു കേട്ടോ. നന്നായി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ മൂടി വെച്ചു. ഓട്സാണ് രാത്രിയിലേക്ക്. ഓട്സ് ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത്. നന്നായി കുറുതായി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിലൊന്ന് മൊരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് അത് ഇതിലേക്ക് ചേർക്കുക ചെയ്തത്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്താൽ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഇതന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചുവന്നുള്ളി മൊരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചതച്ച മുളക് ഇട്ട് അത് ഇതിലേക്ക് തട്ടിക്കൊടുത്തു. അങ്ങനെ നമ്മുടെ ഡിന്നറും റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിന്ന് കഴിച്ചത്.